നിങ്ങൾ ടിവിയിൽ വാർത്തകൾ കണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാണോ സ്റ്റോക്കുകൾ വാങ്ങുന്നത്? എങ്കിൽ സൂക്ഷിക്കുക, നിങ്ങളുടെ പണം അപകടത്തിലാണ്. ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതറിഞ്ഞില്ലെങ്കിൽ ലാഭത്തിന് പകരം നഷ്ടമായിരിക്കും ഫലം. ഇന്ന് ഈ വീഡിയോയിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ എങ്ങനെയാണ് ഒരു കമ്പനിയെ സ്കാൻ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് ടൈം ആയോ ലോങ് ടൈം ആയോ ഇൻവെസ്റ്റ് ചെയ്യാനായി ഒരു കമ്പനിയിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിയെ വിലയിരുത്താൻ പ്രധാനമായും 5 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായി കടബാധ്യത. കമ്പനിക്ക് വലിയ തോതിൽ കടമുണ്ടോ എന്ന് പരിശോധിക്കുക. കടം കുറഞ്ഞ അല്ലെങ്കിൽ കടമില്ലാത്ത കമ്പനികൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കൂടുതൽ പ്രാപ്തരായിരിക്കും. അതുപോലെ തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെയാണോ എന്ന് നോക്കുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാഭക്ഷമത. കമ്പനി 3 മുതൽ 5 വർഷം വരെ തുടർച്ചയായി ലാഭത്തിലാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, അതായത് നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് കമ്പനി എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് കുറഞ്ഞത് 15% ഉള്ളതാണെങ്കിൽ ഈ കമ്പനി നല്ലതാണെന്ന് നമുക്ക് കരുതാം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബിസിനസ് മോഡൽ. കമ്പനി എന്ത് ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ എന്ത് സർവീസാണ് നൽകുന്നത്? ഭാവിയിൽ ഈ ബിസിനസിന് പ്രസക്തിയുണ്ടോ? ഉദാഹരണത്തിന് ഡിജിറ്റൽ സേവനങ്ങൾ, ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നിവയ്ക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടാവും. അടുത്തതായി വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാനേജ്മെന്റ്. കമ്പനി നടത്തുന്നവർ വിശ്വസിക്കാൻ കൊള്ളുന്നവരാണോ എന്ന് നോക്കുക. മുൻപ് എന്തെങ്കിലും തട്ടിപ്പുകളിലോ കേസുകളിലോ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വാർത്തകളിലൂടെ അറിയാൻ ശ്രമിക്കുക. വിശ്വസ്തരായ പ്രൊമോട്ടർമാരുള്ള കമ്പനികൾ നിക്ഷേപത്തിന് കൂടുതൽ സുരക്ഷിതമാണ്. അടുത്തതായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓഹരിയുടെ വില. നല്ല കമ്പനിയാണെങ്കിലും ഓഹരി വില വളരെ കൂടുതലാണെങ്കിൽ വാങ്ങുന്നത് ലാഭകരമാകില്ല. ഇതറിയാൻ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഉപയോഗിക്കാം. ഈ കമ്പനിയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആ മേഖലയിലെ മറ്റു കമ്പനികളെക്കാൾ കുറവാണെങ്കിൽ അത് മികച്ച വിലയിൽ ലഭ്യമാണെന്ന് കരുതാം. ഈ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കും? Screener.in, മണി കൺട്രോൾ അല്ലെങ്കിൽ ടിക്കർ ടാപ്പ് പോലുള്ള വെബ്സൈറ്റുകളിൽ കമ്പനിയുടെ പേര് സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാ റേഷ്യോകളും സൗജന്യമായി കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് Screener.in ആണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഹിറ്റാച്ചി എനർജിയുടെ പ്രധാന ഡാറ്റകൾ ശ്രദ്ധിക്കുക. ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്കതുപോലെ തന്നെ ഇതിൻ്റെ ചാർട്ട് വിശകലനം ചെയ്യാനും അതുപോലെ തന്നെ ഗുണവും ദോഷവും വിശകലനം ചെയ്യാനും നമ്മളെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ആ സെക്ടറിലെ മറ്റു കമ്പനികളുമായുള്ള കമ്പാരിസൺ, ക്വാർട്ടർലി റിസൾട്ടുകളും നമുക്കിവിടെ ലഭ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ കടം, വലിയ ലാഭം, മികച്ച മാനേജ്മെന്റ്, ന്യായമായ വില, ഈ 4 കാര്യങ്ങൾ ഒത്തുചേർന്നാൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുയോജ്യമാണ്.